റോപ്പ് കെട്ടി ഈ ഭാഗത്ത് കിടക്കുകയും അവിടെ നിന്ന് 4-5 കിലോമീറ്റർ കാൽനടയായി ഈ ഭാഗത്ത് വന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തുള്ള വീടുകളൊക്കെ ഒലിച്ച് അവിടെയാണ് ധാരാളം ബോഡികൾ 13 ബോഡികളാണ് ആ ഒരു ചെരുവിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ആ ബോഡികൾ അവിടെ നിന്ന് തൊട്ടടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി ഒരു ലയത്തിൽ നമ്മൾ അവിടെ വെച്ചിരുന്നു. അവിടെ നിന്ന് താഴെ കൊണ്ടുവരാൻ വാഹന സൗകര്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് രാത്രി ഏതാണ്ട് 9 മണിക്ക് ശേഷമാണ് ആ ബോഡി അവിടെ നിന്നുള്ള ഒരു വണ്ടിയിൽ അവിടെ താഴെ എത്തിക്കുകയും അവിടെ നിന്ന് റോപ്പ് കെട്ടി ഈ പുഴ മുറിച്ച് കടത്തി ആംബുലൻസിൽ രാത്രി 10 മണിക്ക് ശേഷമാണ് ആ ബോഡികളൊക്കെ മേപ്പാടിയിലേക്ക് കൊണ്ട്. ഇനി ഇവിടെ ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കരുതുന്നുണ്ടോ? നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയും? ഇവിടെ ഇന്ന് രാവിലെ 3 ബോഡികൾ ഇവിടെ വന്നപ്പോൾ കിട്ടി. ഇവിടെ മിലിറ്ററിയുടെ ഒപ്പം നമ്മൾ ചേർന്നുകൊണ്ട് ആ ബോഡികൾ ഇന്ന് എടുത്തു. ഇനിയും ഈ പ്രദേശത്ത് നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെ നാട്ടുകാരെ കൊണ്ട് ചോദിച്ചപ്പോൾ ഈ 2-3 വീടുകൾ ചോദിച്ചപ്പോൾ ഇവിടെ ആളില്ല. ഇനി മുകളിൽ അവിടെ നമുക്ക് കൃത്യമായി ഉണ്ടോ ഇല്ല എന്ന സംശയമാണ്. ആ നാട്ടുകാരും കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള ആളുകളെ കുറിച്ച് ഈ നാട്ടിലുള്ള ഒരാളെ കിട്ടിയപ്പോൾ അവർ ഉറപ്പ് പറഞ്ഞു ഇവിടെയുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ ആദ്യം ചെറിയൊരു ഉരുൾ പൊട്ടിയിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെയുള്ള ആളുകൾ മാറി താമസിച്ചു. പക്ഷേ താഴെയുള്ള ആളുകൾക്ക് മാറാൻ കഴിഞ്ഞില്ല. പിന്നീട് അവരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണല്ലേ പ്രധാന